ഞങ്ങൾ സിംഗപ്പൂർ യാത്രയിലെ 7ാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. സെയിം ഡേ ആണ്, അന്നത്തെ വൈകുന്നേരമാണ്. അപ്പോൾ നമുക്ക് നിസാർക്കായി ഹുസൈൻകായി ഞങ്ങളടുത്ത് വന്നിട്ടുണ്ട്. ഹുസൈൻക കുറച്ച് ലേറ്റ് ആയി, കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് കൊണ്ട് വൈകുന്നേരം എത്തുള്ളൂ. നിസാർക്ക് അങ്ങനെ ഒന്നല്ല കേട്ടോ, നിസാർക്ക് മൂപ്പർക്ക് വന്നിട്ട് എനി ടൈം വരാം, നമ്മളെ പോലെയല്ല. അതെ അതെ അതെ, അതാണ് 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 അതാണ്. അപ്പോൾ നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞോളൂ, ഇതെന്താ സംഭവം? ഇത് അനുഭവിച്ചറിയണം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. കണ്ടറിയണം. ഫ്ലവേഴ്സ് അതേപോലെ തന്നെ ഇൻഡോർ അല്ലേ സംഭവം? റെഡിമെയ്ഡ് ഫോറസ്റ്റ്, ക്ലൗഡ് ഫോറസ്റ്റ് ഉണ്ട്. ഓരോ രാജ്യത്തെ ഫ്ലവറിന്റെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഗോൾഡൻ ഗാർഡൻ ഉണ്ട്. ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്താണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആണോ? കുറച്ച് അങ്ങനെ ഔട്ട്ഡോർ ആണ്, രണ്ടിലുണ്ട്. ഇത് രാത്രി സാധനമൊക്കെ ലൈറ്റ് എത്തൂലേ? അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ മഴ നല്ലൊരു സ്പോട്ടാണ്. സിംഗപ്പൂർ വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് സെന്റോസ, രണ്ടാമത് ഗാർഡൻ ബൈ ദ വേ. ഇതൊന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണാനും ഉല്ലസിക്കാനുള്ള ഏറ്റവും ഫൺ, ഒരു റിലാക്സേഷൻ ട്രിപ്പ്, അങ്ങനെ എൻജോയ്മെന്റ്, അങ്ങനത്തെ ഫൺ ഐറ്റംസ്. വെരി നൈസ്. ഇങ്ങോട്ട് MRT എല്ലാം ഉണ്ട്, മെട്രോ ഉണ്ട്, സിംഗപ്പൂർ ഗവൺമെന്റ് കൺസിഡർ അബൌട്ട് ദ ഫാമിലി, യാത്രന്റെ കൺസേൺസ്, നമ്മളെ ഹെൽത്തിന്റെ കാര്യങ്ങള് എല്ലാം കണ്ടു. ഗൈസ്, ഇവിടെ ജീവിച്ചു വരുന്നവർ പറയുന്ന കാര്യം കേട്ടോ, ഞങ്ങൾ വെറുതെ പുട്ടടിക്കുന്ന കാര്യമല്ല, ഇവിടുത്തെ അനുഭവങ്ങളാണ് കേട്ടോ ഇവർ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്നും ഇന്നലെ വന്നിട്ട് ഈ കാര്യം വന്നല്ല. പിന്നെ ഒരു മിനിറ്റ്, ഇത് എന്റെ സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ. എന്റെ പേര് ഷംസീർ. എന്റെ മോനെ ഷർട്ടോ, മോനെ വെറുതെ പറഞ്ഞു, എന്റെ സുഹൃത്ത് ഗിഫ്റ്റ്. നമുക്ക് എന്താ നിങ്ങൾ ഗിഫ്റ്റ് മേടിച്ചാൽ പോന്നെ? നിങ്ങൾക്ക് എന്താ വേണ്ടി? സിംഗപ്പൂർ എന്ത് തയ്യാറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇത് വിടാൻ പറ്റില്ല കേട്ടോ, ഇത് നാട്ടുകാർ കണ്ടു കേട്ടോ. ഇനി അങ്ങനെ തരേണ്ടി വരും അല്ലേ അസിനെ? നാട്ടുകാരെല്ലാരും കണ്ടുപോയി, ഇനി തരാതിരിക്കാൻ പറ്റില്ല. $10,000 തരുന്നുണ്ട്. സ്റ്റാർബക്സിന്റെ ഒരു കോഫി ഇതാണ് കേട്ടോ. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ആണ്, യൂണിവേഴ്സൽ ബ്രാൻഡുകളും കാര്യങ്ങളാണ് ഇവിടുത്തെ കോഫി ഔട്ട്ലെറ്റ് കാര്യങ്ങളാണ്. ഫുഡ് എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ഇതാട്ടോ സംഭവം ഗൈസ്. ഈ സാധനം മൊത്തം ലൈറ്റ് ഒക്കെ കത്തുന്നാ പറഞ്ഞത്. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഒരാൾ വന്നാലും ഓരോ ഫുഡ് ഇവിടെ കിട്ടും, ഭക്ഷണം, അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ രാത്രി അന്നേരം നമ്മളിവിടെ കാത്തിക്കാം അല്ലേ? നമ്മൾ ഇറങ്ങി വരുമ്പോൾ നൈറ്റ് ആയി, രാത്രി ആവൂലേ? അപ്പോൾ ഗൈസ്, നമ്മൾ കയറി വന്ന അവിടെ നമുക്ക് കാണാൻ പറ്റും ക്ലൗഡ് ഫോറസ്റ്റും അതുപോലെ ഫ്ലവർ ഡോമും. പോയി നോക്കാം. മറ്റേ ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ എന്നൊക്കെയാണ് മൂപ്പർ പറഞ്ഞത്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തു. ടിക്കറ്റ് എടുക്കേണ്ടത് ഓൺലൈനാണ്. ഓൺലൈനായിട്ട് ഒരാൾക്ക് $20 വന്നത്, മൊത്തം $100. മൊത്തത്തിൽ എല്ലാം 5 പേരുണ്ട്, 5 പേര്. അതിന് $100 വന്നു. എല്ലാത്തിനും ഈ നല്ല പൈസ ഉണ്ട് കേട്ടോ. അത് മുതലേനൊക്കെ സെറ്റ് ആക്കി എന്താ പറയുക, ഒരു ഇൻഡോറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സിംഗപ്പൂരിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ സംഭവം, ഇതിന്റെ ഉള്ളിലാണ് മറ്റേ ഇൻഡോർ ഫോറസ്റ്റ്, ഇൻഡോർ വാട്ടർഫാൾ കാര്യം. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പോകാനുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്കൈ വാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ ആ സ്കൈ വാക്കും എല്ലാം പോയി കാണണം. ആ കാണുന്നതാണ് ഇവിടുത്തെ സിംഗപ്പൂർ സിറ്റി. ജയൻവീല് കാണുന്നുണ്ട്. സിംഗപ്പൂർ 25 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണുള്ളത്. അതിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ആ കാണുന്ന ഇങ്ങനെ നമ്മൾ വന്ന പാലവും, ആ പാലം, പിന്നെ അതേപോലെ അവിടെ നിന്നാണ് മറ്റേ സാധനത്തിലോട്ട് പോലെ സെന്റോസ് ഐലൻഡിലോട്ട് പോകുന്ന ഭാഗം. ആ ഭാഗത്ത് അതൊന്നും ഞാൻ പറഞ്ഞല്ല, എന്നോട് സുബൈർക്ക പറഞ്ഞാ കേട്ടോ. ഇതെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവർ സെറ്റ് ആക്കി വെച്ചിരിക്കുക. ഒന്നും ഇവിടെ ഇല്ലാത്തില്ല. എല്ലാ ഐലൻഡിൽ ഇവർക്ക് എന്തൊക്കെ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റിക്കുന്നോ അതൊക്കെ ഇവര് പൈസ ഇറക്കിയിട്ട് ചെയ്താണ്. അതിനാണ് ഇവിടെ ഇത്രയും ടിക്കറ്റ് പൈസ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് ഫണ്ടിങ് ആണല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നാച്ചുറലായിട്ട് ഇവർക്ക് ഒരു സാധനം പോലും ടൂറിസത്തിൽ പ്രൊമോട്ട് ചെയ്യാനില്ല, എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടത്. മറ്റേ ഹോട്ടലല്ലേ ഇത്? ഇതാണ് സിംഗപ്പൂരിലെ ഏറ്റവും എക്സ്പെൻസീവ് ഹോട്ടൽ. അതിന്റെ മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. അതിന്റെ പേര് എന്നോട് മറന്നുപോയി. നമ്മൾ അതിന്റെ മുകളിൽ കയറാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോയിൽ അത് കാണാം. കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. കാര്യം ഞാൻ നിസാർക്ക് പറഞ്ഞ പോലെ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ, സിംഗപ്പൂർ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. പുഴ കണ്ടത്. ഈ പുഴയിൽ എനിക്ക് ഒരു വേസ്റ്റ് വരെ കാണിച്ചു തരാൻ കഴിയില്ല.
അത് നാടിന്റെ അത് സിംഗപ്പൂരിലല്ല. അങ്ങനല്ല വേറൊരു കാര്യം, ക്ലീൻ ചെയ്യും. സിംഗപ്പൂരിൽ വേസ്റ്റേ കാണാൻ പറ്റില്ല. അല്ല ഞാൻ വീഡിയോ കണ്ടതാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. സിംഗപ്പൂരിൽ ഒരു വേസ്റ്റും എവിടെയും കാണാൻ പാടില്ല. അതായത് ഒരു സ്ഥലത്ത് വേസ്റ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ല, ഇത് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമില്ല. ഇത് ഇവിടെ കത്തിക്കലാണ് അതിന്റെ പരിപാടി. അത് പിന്നെ മെഷീനിൽ ഇട്ടിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഒരു നിലത്ത് ഏതെങ്കിലും എന്തെങ്കിലും ഒരു വേസ്റ്റ് ആരെയും കണ്ടു ആരും വേണ്ട, ഒരു സിംഗപ്പൂരിൽ വെച്ചാണെങ്കിൽ ഓൻ അത് എടുത്തിട്ട് നേരെ വേസ്റ്റ് കൾച്ചർ ആ ലെവലിൽ കച്ചവടം അവിടെ. സ്കൂളിലെ കുട്ടികൾക്ക് ആദ്യം അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സർക്കാരിന്റെ കുട്ടികളെ എൻ്റെ മക്കൾ ഇവിടെ തന്നെ ഇവിടുത്തെ നാഷണാലിറ്റി എല്ലാം തന്നെയാണ്. പക്ഷെ എന്നാലും കുട്ടികൾ പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ ആ കുട്ടികൾ എന്നെ അടുത്ത് അതൊക്കെയാണ് ഒരു നാടിന്റെ ഡെവലപ്മെന്റ്. പഠിപ്പിക്കുന്നതാണ് ഡ്രസ് ഇടാന്, ചെരുപ്പ് ഇടാന്, ഇതെല്ലാം ആദ്യം ഒരാളെ റെസ്പെക്ട് ഭയങ്കര കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചാൽ താങ്ക് യു എന്ന് പറയും. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇനി ക്ലൗഡ് ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാ. ഓട്ടോമാറ്റിക് ഡോറാട്ടാ, നമ്മളൊന്നും ചെയ്യണ്ട. ഇതിന്റെ വേണ്ട, എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാതായ കൈ കൊണ്ട് പിടിക്കണം. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഭയങ്കര തണുപ്പാട്ടോ. സൂപ്പർ, ഇത് സൂപ്പർ ആട്ടാ. ദ ഫാൾസ് എന്നാണ് ഈ ഏരിയന്റെ പേര്. അടിപൊളി സെറ്റപ്പ് ആട്ടാ. ഇത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഒരു 360 വ്യൂ ആദ്യം തന്നെ കാണിച്ചു തരാം. നമ്മളെ പ്രകൃതിയിൽ നമ്മളെ നാട്ടിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി പ്രകൃതിയുടെ ഭാഗമാണ് ഒരു വെള്ളച്ചാട്ടം. ഇവർക്ക് ഇതേപോലെ ഒരു വെള്ളച്ചാട്ടമില്ല. പൈസക്ക് എന്തും മേടിക്കാന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇതില്ലേ. പൈസ കൊടുത്താൽ എന്തും കിട്ടും. ശരിക്കും നമ്മുടെ നാട്ടില് ശരിക്കും ഒരു തണുപ്പടിക്കുന്നുണ്ട്. ആ കാറ്റ്, ആ വെള്ളത്തിന്റെ ചെറിയ സാധനങ്ങൾ ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മളെ മേലേക്ക് തിരക്കില്ല. വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ പോയിരുന്നാലും അതുവരെ ഒരു പൈസ കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറയുന്ന നേരം കുറെ ആൾക്കാർ പറയാനുണ്ടാവും പൈസ കൊണ്ട് എന്തുണ്ടാക്കാന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. ആ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. പൈസ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു സാധനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാം. അതാണ് സിംഗപ്പൂരിന്റെ ഒരു ഉദാഹരണമാണ്. ഗൈസ്, നമ്മൾ ആ ഫാൾസ് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ഇവരിത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടാ. ഫുള്ള് ഇത് ചേമ്പിന്റെ ഇല്ലയാ. വയനാട്ടിൽ കണ്ണൂർ വേറെ പേര് പറയും. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ചെടികളും ഇതൊക്കെയാണ് കേട്ടാ ഇവിടെ ഉള്ളവര്. നമുക്ക് മേലെ ആ പാലത്തിൽ കൂടെ നടക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ കുളത്തിന്റെ ഇവിടെ ഇത് പൈസക്ക് ലക്ഷറി ആയിട്ട് കൊടുക്കുന്നു. സൗത്ത് ആഫ്രിക്കയിലാ? ഈ ചെടി സൗത്ത് ആഫ്രിക്കയിലുള്ള ചെടി കേട്ടാ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി നിസാർക്ക് ആദ്യം പറഞ്ഞേ. ബോട്ടണി സ്റ്റുഡന്റിന് പറ്റിയിട്ടുള്ള എല്ലാ ഇതും ബോട്ടണി സ്റ്റുഡന്റിന് പഠിക്കാൻ പറ്റുള്ള എല്ലാ കാര്യങ്ങളും. ഈ നേച്ചറിന് ഇഷ്ടപ്പെടുന്നതും ഫ്ലവറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ എന്തായാലും വരാം. പിന്നെ ഇവിടെ ഇല്ലാത്ത ചെടിയോ മരങ്ങളോ ഇല്ല. ഓരോ രാജ്യത്തെ ഒരു മരമെങ്കിലും ഇവിടെ ഒരു നട്ട് പിടിപ്പിച്ചിരിക്കുന്നിട്ടാ. ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ അടിപൊളിയാ. ഇവ ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ ഗോപ്രോ ഒന്ന് മാറ്റി കുറച്ച് ഫോണിലോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് സൂം ചെയ്തൊക്കെ എടുക്കാനും കുറച്ച് കളർ ഗ്രേഡിങ്സ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലോട്ടൊക്കെ മാറ്റിയത്. ഇത് ഫുൾ വീഡിയോ എടുത്തിടാൻ പറ്റൂല, അത്രക്കും ഉണ്ട് ഇതിന്റെ ഉള്ളിലിട്ടാ. മെക്കാനിസം ഇതിനുള്ളിലുള്ള ഓക്സിജൻ മാത്രം എങ്ങനെയായിരിക്കില്ല ഈ പ്ലാന്റ്സിന്റെ കവേർഡാണ്, എവിടെ തുറന്നിട്ടിട്ടില്ല. ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ. കേറി മോളോട് നടക്കേണ്ട കേട്ടോ. മോളിൽ നിന്നാണ് ഇതിന്റെ കിടിലം വ്യൂ ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇതൊന്നൊരു ഒന്നൊന്നര രക്ഷയില്ലാട്ടോ ഏരിയ കേട്ടാ. നമ്മള് ഷെയറിലോട്ടൊക്കെ മേലോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സിംഗപ്പൂരിൽ വേറൊരു കാര്യം ഞങ്ങൾക്ക് ആകെ സംശയത്തിലായി ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലാണോ നിൽക്കുന്നത്, അപ്സ്റ്റേഴ്സിലാണോ, സ്റ്റോർ 1-ലാണോ നിൽക്കുന്നത്, ഒന്നും പറയാൻ പറ്റൂല. ഗൈസ്, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ആമസോൺ ഫോറസ്റ്റ് സംബന്ധിച്ച് ഇത് മാത്രമേ ഇവർക്ക് ജീവനിൽ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലേ. ഒക്കെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലവർ ഒക്കെ ഒറിജിനൽ അല്ലേ ഗൈസ്? ഇവിടെ നിന്ന് നമുക്ക് പറിക്കാൻ പോലും തോന്നൂല കേട്ടോ. ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല ഡോൺ പ്ലക്ക്.
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഗാർഡനൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്ത ഒരു ഉമ്മമാരൊക്കെ അല്ലേ, ഓരങ്ങിനുള്ളിൽ കയറിയ കുറെ കവറിലൊക്കെ പറിച്ചിട്ട് മെല്ലെ കുറച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങ് പോകും. ഒരു ഇൻഡോർ ആണെന്നൊന്നും തോന്നൂല, എല്ലാവരും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത്. ആ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, വെറുതെ ഉടായ്പ പരിപാടിയല്ല, ആ ക്വാളിറ്റി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ യാസിന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ജീവനുള്ള വസ്തുക്കൾ മാത്രം ഇവർക്ക് വെച്ചിട്ടില്ല. അതായത് മൃഗങ്ങൾ ഇതൊക്കെ അതൊക്കെ ഒരു ഫേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അതല്ല, ബാക്കിയെല്ലാം ഇവർ ഒറിജിനൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ഷോപ്പിനുള്ളിലോട്ടാണ് കയറുന്നത്. ഇത് ലോസ്റ്റ് വേൾഡ് ബാത്റൂം ആണോ ഗൈസ്? അപ്പം നമ്മൾ ലോസ്റ്റ് വേൾഡിൽ എത്തിക്കുന്നു. ലോസ്റ്റ് വേൾഡ് എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. ഇതിലെന്തിനാ പൈസ? ആ, ഈ വിശ്വാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും പൈസ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര നാടെത്ര ഡെവലപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10-20 രൂപയാട്ടോ, 10-20 രൂപയാണ്. നാളെ നിസാർക്ക് $10,000 പോട്ടെ, ഒരു സങ്കടവും ഇല്ലല്ലേ. ഇത് ഇതാക്കണ ഗ്ലാസ് പോലെ കിടക്കുന്നുണ്ട് കേട്ടോ, വെള്ളം തൊട്ടോക്ക് തൊട്ടോക്കിയ ഫൈൻ ആയിരിക്കില്ലേ? നിസാർക്കാവ് കുടിക്കുന്ന പറഞ്ഞേ. നിസാർക്ക വർക്കത്തുള്ള വെള്ളാണോ? മതി 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 മതി, എലമ്പാക്കണ്ട എലമ്പാക്കണ്ട. പക്ഷെ ആ സാധനല്ലേ, അത് ഒറിജിനൽ അല്ല കേട്ടോ. എന്തായാലും അടിപൊളി. നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് 6th ഫ്ലോറിലാട്ടോ ഉള്ളത്. ഫയർമാൻ അല്ലത്, വേറെന്താ സാധനം? ഫയർമാൻ തന്നെയാണല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ സ്കൈ വാക്ക് ഉണ്ട്, താഴോട്ട് ഇറങ്ങി പോകാനുള്ള. അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ടൂറിസ്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഉള്ളവരായിരിക്കും. സിംഗപ്പൂർ എന്ന് പറഞ്ഞത് നമ്മൾ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയാണ്. കാരണം 10-40 രാജ്യങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവര് ടൂറിസ്റ്റേഴ്സ്. ഇതല്ലേ മറ്റേ ഹോട്ടൽ ഏത്? അതിന്റെ പേര് മറീന ബേ ഗൈസ്. ഇതാണ് മറ്റേ മറീന ബേ. താഴോട്ട് നോക്കിയാൽ കഴിഞ്ഞാല് ഷിപ്പിന്റെ ആകൃതിയിലുള്ളത്. ആ ശരിയല്ലേ, ഹോട്ടലുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഈ സൈഡിൽ ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് അല്ല നമ്മളെല്ലാരും ആഗ്രഹപ്രകാരം നിസാർക്ക് നമ്മളവിടെ കൊണ്ടുവന്നായിരിക്കും അല്ലെ? പ്രേക്ഷകരോട് നിസാർക്ക് ഒന്ന് പറയും. എല്ലാവരും കൂടെ പോകുന്നു നിസാർക്കാണ്. അപ്പൊ നമ്മള് ഇതിലൂടെ നടക്കുമ്പോണ്ടല്ലോ ശരിക്കൊരു ചെറിയൊരു പേടി തോന്നും. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ശരിക്കും നോക്കി താഴോട്ടൊക്കെ നോക്കുമ്പോ എന്തൊരു ഭംഗിയിലാ നോക്കുമോ. ഇതൊരു ലെവൽ തന്നെ കേട്ടോ. വൻ ലോസ്റ്റ് വേൾഡ് തന്നെയാ ഗൈസ്. ഞാൻ വീണ്ടും ഒന്ന് ഗോപ്രയിലോട്ട് മാറ്റിയിട്ട് ഫുൾ വൈഡ് ആംഗിൾ എടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഒരു രക്ഷയില്ല കേട്ടാ. എന്താ പറയാൻ പറ്റുക? എന്ത് ആരെ കുറ്റം പറയുന്നേ? എന്നെ കുറ്റം പറയുന്നല്ല. അടിപൊളി, സൂപ്പർ. അത് അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹിമാചൽ പ്രദേശ് താഴോട്ടുള്ള വ്യൂ നോക്കി. ഗോപ്ര ആയതുകൊണ്ട് കാരണം നമ്മൾ ഇത് സൂമിങ് കാണിക്കാനല്ല, ക്യാമറ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കാലോ. ക്യാമറ താഴോട്ടിട്ട് എടുത്തു നോക്കിയാലോ? ഇട്ട് നോക്കിയാലോ? നിസാർക്കാ പുതിയ ക്യാമറ മേടിച്ചു തരുമോ? എന്നത് താഴെക്കടേനു എന്ത് ചോദിച്ചാലും തരും. ഗൈസ് ഇതൊക്കെ തമാശക്ക് ഞങ്ങളിങ്ങനെ വാപ്പന്റെ പ്രായം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ബ്രദർ അല്ല, ഫ്രണ്ട് മോനെ എന്നൊക്കെ വിളിക്കലേ. ഏറ്റവും നല്ല വ്യൂ ഇതിന്റെ മേലെ കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വ്യൂ. ഞങ്ങള് ഇവിടെ മലയാളികളെ തനി സ്വഭാവം കാണിച്ചോണ്ടിരിക്കുകയാണ്. ഒച്ചക്ക് വർത്താനം പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒരു കുഞ്ഞിന്റെ സൗണ്ട് പോലും ഇവിടുന്ന് കേൾക്കുന്നില്ല. അത് സത്യം. പക്ഷെ ഇപ്പൊ ആള് കുറവായത് കൊണ്ട് കുഴപ്പമില്ല. ഓൾ ടൈം മാസ്ക് വേണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തോടെ മാറിയിരിക്കുന്നേ, അത് എടുത്തു മാറ്റാൻ മാറുന്നതാ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടാ. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ, താഴോട്ടുള്ള വ്യൂ. ഇവിടെ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ചെടികളും, ഒരുവിധ ചെടികളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വരണം, ഇതെന്തായാലും കാണണം. പിന്നെ ഇവിടുന്ന് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് വെള്ളം കേട്ടോ, ചുറ്റും വെള്ളം. അങ്ങോട്ട് കടൽ കാണാൻ പറ്റും, കടലിൽ ഷിപ്പുകൾ ഇത് കാണാൻ പറ്റും. ബ്ലൂ സ്കൈ അല്ലാത്തതുകൊണ്ടാണ്, വലിയ നല്ല സ്കൈ കൂടി കിട്ടിയാണ് നമുക്ക്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഹൗ ഫാർ ക്യാൻ യു ജംപ്. ഒരാൾക്ക് സ്റ്റാൻഡ് ചെയ്തിട്ട് എത്ര മീറ്റർ വരെ ചാടാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഹുസൈനക്ക് ചാടാൻ വേണ്ടി. ഹുസൈനക്ക് ചാടി.
ഡ്യൂക്ക് അല്ല ജ്യൂസ് എന്നാ പറഞ്ഞേ. ജ്യൂസിനൊക്കെ എന്തോരം ജ്യൂസിന് ഇത്ര ചാടുമെങ്കിൽ ഡ്യൂക്ക് കിട്ടുമ്പോ ഇത്ര ചാടും. ഇനി അടുത്താരാ പായസ ആള് മറ്റേ സ്റ്റേറ്റിലൊക്കെ ഓടിച്ച് മറ്റേ സാധനം എന്നാ നാറ്റിക്കല് ചാട്. ആ ആ ചാട് എന്നങ്ങ് പൊടി. അതിനെ ജ്യൂസ് തിരിച്ചു പിടിക്കട്ടോ. 2 മീറ്റർ നിങ്ങള് ഒളിമ്പിക്സ് ആയിരുന്നു കാണണ്ടോ. ആ 2 മീറ്റർ 2.10 എടാ ഊര കുത്തി വീണതിനെ ഞാൻ ഒന്നും ആക്കൂല കേട്ടോ. ആ സാർ ഹുസൈൻ ഇത് പൊളിക്കുന്ന പറഞ്ഞേ. നേരത്തെ കൊണ്ട് മുളിപ്പടം വരെ ചാടി എത്തി ഗൈസ്. 2 മീറ്ററോ അതെന്തോ അത്. 2 മീറ്റർ ഗൈസ്. ഡോളറൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിനുള്ളിൽ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. എന്തോ ഒരു പരിപാടി ഉണ്ട് ഇതിനുള്ളിൽ. എന്താ നോക്കട്ടെ. ജിമ്മിലുണ്ടെന്ന സാധനോ നമ്മള് സിനിമയിലൊക്കെ ഉണ്ടല്ലേ. സർക്കാൻ മേടിച്ചു പോയി ഗൈസ്. നല്ല രസമുണ്ട്. ഒരു ഫോട്ടോ അടിക്കട്ടെ ഗൈസ്. ഇത് ഇൻഡോർ പ്ലാന്റ് എക്സിബിഷൻ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ ഓരോരോ രാജ്യത്തു നിന്നുള്ള എന്താ പറയുക റെയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതിനെക്കുറിച്ചുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പ്ലാസ്റ്റിക് ആണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഏരിയ ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. ഞാൻ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞതാണ് ഒറിജിനലാണ്. അപ്പോൾ ഇത് ഇവരിവിടെ ഒരു എക്സിബിഷൻ പോലെ വെക്കണം. അതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൂ ഇത് ഡ്രാക്കുള ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞ കുറേ കിടിലം എന്താ പറയുക ഒരു വെറൈറ്റി ഉള്ള എല്ലാ സാധനങ്ങളും ഒരു ഇവിടെ വെച്ചിട്ടുണ്ട്. ട്രീ ടോപ്പ് വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മളിനി പോകുന്നത്. വാവ്. ഇത് നമ്മൾ മുകളിലും ഇതിൽ ആർട്ടിഫിഷ്യൽ കോട വരെ ഉണ്ടാക്കി ഗൈസ്. ആർട്ടിഫിഷ്യൽ കോട ഉണ്ടോ നീ? മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വയനാട്ടിലൊക്കെ ഉണ്ടാകുന്ന കോടല്ലേ, ആ കോട സെറ്റപ്പ് വരെ ഉണ്ടാക്കി. ഇതാണ് ആർട്ടിഫിഷ്യൽ കോട. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഫ്ലവർ ഡോം എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കണം. ഇത്രയും നേരം ആർട്ടിഫിഷ്യൽ ആയിരുന്നു, പിന്നെ ടി വിയിലാണ് പൂവുകള്. ഒരു ഡിസ്പ്ലേ ആണ് ഗൈസ്. രാജാവ് വരുന്നുണ്ട്. ഒറിജിനൽ ഓ ചൈനയില് അമേരിക്ക എല്ലാ രാജ്യങ്ങളിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ. മാസ്ക് ഇട്ടോ, മാസ്ക് ഇടാതെ നോക്കാനായിട്ടാണ്. ഒരു രക്ഷയില്ലട്ടോ ഗൈസ്. വേറെ ലെവൽ. ഇവിടുത്തെ പ്ലേസുകളൊക്കെ എന്ത് ഭംഗിയാ. ചൈനീസാ. ഓസ്ട്രേലിയൻ ഗാർഡൻ. ഓ മോനെ അത് നോക്കിയാന്ന് മനസ്സിലാവില്ല ആർക്കും. നേരെ കയറി വരുന്നു ചൈനീസ്. ആ ഇവിടുന്നുള്ള വ്യൂ ഇതൊക്കെ വന്ന് കാണണ്ട കേട്ടാ. ഫ്ലവറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലത്തെ പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു ഇല പോലും നിലത്ത് വീണെടുക്കുന്നില്ലല്ലോ. ഇതെങ്ങനെയാ നോക്ക്. ഓ ഫോണിലൊക്കെ എന്ത് ഭംഗിയല്ലേ. ഇതെങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നേ? അത് സെമിറേഷനുണ്ട് കേട്ടോ, ദുബൈയിലെ ഇതെല്ലാം കേട്ടോ. ഈത്തപ്പഴം. എന്റെ മോനെ ലോകം തന്നെ അല്ലേ. ഇത് ഓസ്ട്രേലിയൻ ഗാർഡൻ. ഇതാണ് ഓസ്ട്രേലിയൻ ഗാർഡൻ. കയറി വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയൻ ഗാർഡനാണ്. യു എ കാണാൻ തന്നെ ഉണ്ട്. ഇത് റെഡ് കോട്ടൺ ട്രീ. ഇത് ഞാനിങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കാനായിട്ട് നല്ലത് നിങ്ങളിതിങ്ങനെ കാണുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മളെ യുഇൻ്റെ യുണീക്ക് ഈത്തപ്പഴം. എല്ലാ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ. ഇത് ഫുള്ള് സൗത്ത് ആഫ്രിക്കയിലുള്ള എല്ലാ ടൈപ്പ് ചെടികളുള്ള ഒരു ഗാർഡൻ. ഞാൻ നേരത്തെ കയറിയപ്പം പറഞ്ഞു അവിടെയാണെന്ന്. അതല്ല, ഇതാണ് ഓരോന്ന്. ഇത് സൗത്ത് അമേരിക്കൻ ഗാർഡൻ. ഇത് സൗത്ത് അമേരിക്കൻ ഗാർഡനാട്ടാ.
ഫുള്ള് AC ഇട്ട് നല്ല തണുപ്പിച്ചും ചെയ്തു. ഇതിലുണ്ടല്ലോ, ഇതിൽ വേസ്റ്റ് ഇട്ടാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാല് $300 മുതൽ $1000 വരെ കാട്ടോ ഫൈന്. വിഷയല്ലോ ഇതാ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാമ്പുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറെ കാര്യം എന്താ വെച്ചാൽ ഈ എല്ലാത്തിനെ കുറിച്ചും പഠിക്കണമെന്നുണ്ടെങ്കിൽ QR കോഡ് ഇല്ലേ, QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇങ്ങോട്ട് വരും. ഇവിടെ ഈ നിസാർക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല താല്പര്യമുള്ള സ്റ്റുഡൻസും ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയിൽ 1 മാസം കഴിഞ്ഞാലും പഠിച്ചു തരൂല. പതുക്കെ പഠിച്ച് ഇതിനെ കുറിച്ച് എന്നെ മാത്രം ഫ്ലവർ കാണണമെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോകാൻ വൻ ചെലവാ. ഇത് സിംഗപ്പൂർ വന്നിട്ട് $20 ടിക്കറ്റ് എടുത്ത് ഫ്ലവർ ഡോമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കാണാം. നമ്മൾ തമാശ പറയുന്നല്ലോ കേട്ടോ, അതൊക്കെ പലതും പല രാജ്യങ്ങളിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. എന്താ ആൾക്കാരെ പകുതിയുള്ള മനുഷ്യന്മാർ. ഇന്ത്യൻ ഗാർഡൻ ഒന്ന് കാണേണ്ടിയിരുന്നു. ഇന്നപ്പം നമുക്ക് മനസ്സിലാവും ഇവരിട്ടതൊക്കെ ശരിയാണോ. ഓ ഇതിൻ്റെ ഉള്ളിൽ നോക്കി ഉറപ്പാണോ? കണ്ടിട്ട് കരിമ്പും തോട്ടം ഈത്തപ്പഴം. ഓ അടിപൊളിയായിട്ടാ. ഇത് ഫസ്റ്റ് നിസാർക്കാർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അനുഭവിച്ചറിയാം. സത്യം അറിയണം. ചെടിയിലൊന്നും കയറരുതെന്ന് പറഞ്ഞേ. ഇത് ഏത് ഗാർഡനാണാവോ? ഈ ജപ്പാനാന്ന് തോന്നുന്നു. സൗത്ത് കൊറിയ ആണെന്ന് ഞാൻ പറഞ്ഞാൽ. അല്ല, ചൈനയാണെന്ന് തോന്നുന്നു. നല്ല കളർഫുൾ ഗാർഡൻ. ഗൈസ്, നേരത്തെ കണ്ട നമ്മളാ കളർഫുൾ ഏരിയയിലെത്തിയിട്ടാ. നോക്കി എന്തെല്ലോ ടൈപ്പ് പൂണ്ട്. ഇതിൻ്റെയൊക്കെ പേര് വായിച്ചിട്ട് പറയാന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പം ഇതൊക്കെ നോക്കൂ. ഇത് കൊറിയ ജപ്പാനെന്ന് തോന്നുന്നു. കൊറിയയിൽ ഇതേപോലത്തെ കുറെ ഫ്ലവറിന്റെ സ്ഥലമുണ്ട് കേട്ടോ. അതല്ലേ, കാരണം ഈ സാധനങ്ങളൊക്കെ ഒരു കൊറിയൻ ഒരു ഇത് തോന്നി ചെയ്യുന്നുണ്ട്. ഓ മോനെ, ഇത്രയും കളർഫുൾ ഏരിയ. ഓ ഈ ഏരിയ നോക്ക്. ഇത് ശരിക്കും ഔട്ട്ഡോറിലൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചനെ. എനിക്ക് സ്മെല്ലുണ്ടോ മാസ്ക് ഇട്ടിട്ട്? ഇനി 40. വീഡിയോ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ ഒരു കിടിലം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ അവിടെ എത്തി നൈറ്റ് ആവാൻ വേണ്ടി കാത്തിരുന്നായിരുന്നു. ഇതെന്താ ഫുള്ള് ലൈറ്റിങ് ചെയ്ത് വെച്ചിട്ട് എന്ത് പൊളിയല്ലേ. ഇതാണ് ഗാർഡൻസ് ബൈ ദ വേ എന്ന് പറഞ്ഞ സംഭവം. ഇതിന്റെ ഇൻഡോർ പ്ലാന്റിങ് സെറ്റപ്പിലായിരുന്നു നമ്മളുള്ളത്. ഇത് ഔട്ട്ഡോർ ആണ്. ഇത് ആകാശം കണ്ടില്ലേ, നിങ്ങൾ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്ത് സ്റ്റീലോണ്ട് ചെയ്ത് വെച്ചാലേ. ഇതിന്റെ മുകളിൽ കൂടി ഒരു സ്കൈ വാക്ക് ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയിട്ട് നടക്കണം. ഇല്ല, ഇപ്പം പറ്റും. ആൾക്കാരുണ്ട് അതിന്റെ മുകളിൽ. അതിന്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് ഗാർഡൻസ് ബൈ ദ വേ. എന്താണ് പോലെ ഡിസ്കഷൻ എന്താ? കാശ്മീരിലൊക്കെ പോകണം. ഓ, നമ്മളെ ചാമ്പാലല്ലേ. ആയിക്കോട്ടെ. OCBC സ്കൈവേ. ഇതിന്റെ മുകളിൽ ടിക്കറ്റ് ബൂത്ത്. ഇതിന്റെ മുകളിലൊക്കെ ഇനി ടിക്കറ്റ് എടുക്കണോ? അയ്യോ, സിംഗപ്പൂരിൽ ഒന്നും ഫ്രീ ഇല്ല. ഫ്രീ ഇല്ലല്ലേ? ഒരു സാധനം ഫ്രീ ഇല്ല, എല്ലാ ടിക്കറ്റ്. ഇതിന് വേറെ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ടിക്കറ്റ് തന്നെ ആയിരിക്കും. ഉറപ്പാണോ? ഓമ്മോ, ഇതൊരു വല്ലാത്തൊരു ടിക്കറ്റ് പ്രൈസ് ആയി പോയിട്ടോ. നമ്മൾ തൽക്കാലത്തെ താഴെ എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് എൻജോയ് ചെയ്യാട്ടോ. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്ക്, ഒരു ഇതിന്ന് ഇങ്ങനെ പോയി ആ പാലം അങ്ങോട്ട് പോയി ഇങ്ങനെ പോകുന്നുണ്ട്. സൂം ചെയ്ത് കാരണം കൃത്യം ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റിട്ടാ. സൂപ്പർ ട്രീ ഒബ്സർവേഷൻ. $42 ആയതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അത് വലിയൊരു പൈസ തന്നെ കേട്ടോ. നമുക്ക് ഏകദേശം 2000 രൂപന്റെ മുകളിൽ അതിന്റെ മുകളിൽ കയറി നടക്കാൻ. ഇത് മാത്രമൊന്നല്ല, ഇപ്പൊ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. ഇവിടുത്തെ വലിയ ഹോട്ടൽ കാണാൻ പറ്റും. യെസ്, നമ്മൾ ആ ഹോട്ടലില്ലേ, അവിടുന്ന് കറക്റ്റ് വ്യൂ ആ. നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എല്ലാവരും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് കാണാൻ ഇതുണ്ട്, ഇവിടെ വന്ന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, പ്രോഗ്രാം തുടങ്ങിട്ടോ.
ലൈറ്റ് കളറൊക്കെ മാറി തുടങ്ങിയല്ലേ. ആകാശത്തൊരു വെടിക്കെട്ടൊക്കെ അടുക്കുന്ന പോലെ അല്ലേ. അപ്പൊ യെസ്, ഞങ്ങള് ഇന്ന് അവിടുത്തെ ഇൻഡോർ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഹോട്ടലിലൊക്കെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പോയത്. ഇന്ന് നമ്മൾ ഹുസൈൻക നമ്മളെ വീട്ടിലോട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിസാർക്ക നമ്മൾ കിട്ടാൻ കാരണം കൂടി ഇതാക്കല ഈ മെൻഷനാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് സിംഗപ്പൂർ എത്തിക്കുന്ന പറഞ്ഞാൽ നമ്മളെ നമ്പർ കണ്ടപ്പോൾ വിളിച്ചു. നിസാർക്കൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി തന്നു, എല്ലാം ചെയ്തു തന്നു. അപ്പൊ നമ്മള് വീട്ടിലാണുള്ളത്. സൂപ്പർ ഫുഡ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങള് ഒരു കാര്യം പറയട്ടെ, ആദ്യമായിട്ടാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ബാക്കി ഇതുവരെ 4-5 ദിവസം കഴിഞ്ഞു പോയത് ഫുള്ള് ഹോട്ടൽ ഭക്ഷണം അല്ലായിരുന്നു. ഇതിന് വീട്ടിൽ നമ്മള് ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയല്ലോ, ഓർഡർ ചെയ്തല്ലോ. ഉറപ്പല്ലേ, സത്യമല്ലേ? ഇതിന്റെ പേരുന്ന് ഇത് മുർത്തബ, മലേഷ്യ സിംഗപ്പൂർ മുർത്തബ. സിംഗപ്പൂർ മുർത്തബ. ഇത് മാത്രം ഇത് അല്ല, ഇതിണ്ടല്ലോ നിസാർക്ക വേറെ ഇട്ടുണ്ടായിരുന്നു. ഞങ്ങള് യാസീന്റെ പെങ്ങളെ വീട്ട് സൽക്കാരത്തിന് പോയി. ഓന്റെ പെങ്ങളെ കെട്ടിച്ചോടത്തേക്ക് അടുത്തിട്ട് പറഞ്ഞു എല്ലാം ഞങ്ങള് വീട്ടിലുണ്ടാക്കിയാണ്. അൽഫാം ഞങ്ങള് മറ്റേ ഹോട്ടലിൽ വാങ്ങിയാണ്. പൊറാട്ട ഞങ്ങൾ ഇപ്പുറത്തെ ഹോട്ടലിൽ മേടിച്ചാണ്. മുർത്തബ ഇത് സിംഗപ്പൂരിന്റെ ഫേവറേറ്റ് ഫുഡാണ് മുർത്തബ. വിക്ടോറിയ ഹോട്ടലിൽ പ്രൊമോഷൻ ആയിട്ടോ പൈസ മേടിച്ചോളി. ഇവരൊന്നും കൈ കൊണ്ട് ഭക്ഷണം കഴിക്കില്ല. അപ്പൊ പേര് ഇംഗ്ലീഷ് ചോദിക്കണം. ചോദിക്കും നേരത്തെ രണ്ടുപേരും എനിക്ക് പേര് ഗുഡ് ബോയ്. അപ്പൊ നമ്മ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാലോ? അപ്പൊ ഇതെന്താ സാധനം? ഇത് ബട്ടൂരി അല്ലേ? കുബൂസ്. ഇത് ഏതോട്ടെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയതാണ് നമ്മളെ വൈഫ് കുക്ക് ചെയ്യുന്നതാണ്. ഇതെന്താ? ഇത് ബീഫ് മസാല. ഇത് ചിക്കൻ പൊരിച്ചത്, അതെനിക്കറിയാം. ചിക്കൻ ബിരിയാണി, നാടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. നാടൻ എങ്ങനെയാ? ഇത് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് തിന്നാൻ പറ്റൂല, ഭയങ്കര എന്നെ തിന്നാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോ
ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടോ. ഹുസൈൻഖാൻ നമ്മൾ ഒരിക്കലും കാണുന്നില്ല, നമ്മൾ ഇവിടെ എത്തിയാലാണ് കാരണം നമ്മളെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ വീട്ടിലോട്ട് വിളിച്ച് ഭക്ഷണം ഞങ്ങളുടെ കൂടെ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇന്നലെ ഗാർഡൻസ് ബൈ ദ വേയിലൊക്കെ പോയി ഞങ്ങൾ പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ. എൻജോയ് ചെയ്ത് ഡബിൾ ഹാപ്പി ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഹുസൈൻഖാന്റെ വീട്ടിൽ പോയി ലംബോർഗിനി പോകുന്ന കഴിച്ച് നമ്മള് നിൽക്കുന്ന റൂമിനുള്ള ഔട്ട് സൈഡ് ആട്ടത് വ്യൂ ആണ്. അപ്പം ഹുസൈൻഖാന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതും ഭയങ്കര സന്തോഷമായി. നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നതും നമ്മളൊരു വേറെ ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് ഒരാളെ വീട്ടിൽ നമ്മൾ ക്ഷണിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അങ്ങനെ ഹുസൈൻഖാൻ ഒരാളല്ലേ നമ്മളിവിടെ കുറെ പേര് വിളിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, കുറെ പേര് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഹുസൈൻഖാൻ കയ്യോടെ പിടിച്ചാൽ കൊണ്ടേതാണ്. ഹുസൈൻഖാൻ നമ്മളെ 4 ദിവസമായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഹുസൈൻഖാൻ. രാവിലെ വിളിക്കും. നിസാർഖാനെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഹുസൈൻഖാൻ കുറച്ച് ദൂരത്താട്ടോ. അപ്പോ ഞങ്ങള് ഇവിടുന്ന് എപ്പോഴും നിസാർഖാന്റെ കൂടെ കാറിലുണ്ടാവും. വൈകുന്നേരം ഇന്നലെ അവിടെ പോയി വീട്ടിൽ നിന്ന് ഫുഡും ഫുഡ് ഉണ്ടായി തന്ന ഇത്തനോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഗൈസ്, ഈ വീഡിയോയുടെ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് ഇവിടെ ഒരു പ്രത്യേകതരം കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മുംബൈയിൽ റെഡ് സ്ട്രീറ്റ് ഉള്ള മാതിരി. അപ്പം അതിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കുമ്പോൾ അത് ഒരു കാരണവശാലും അത് കുട്ടികൾക്ക് കാണാൻ പറ്റൂല. 18+ ആയിരിക്കും. അപ്പം അതിന്റെ വീഡിയോ ചോദിക്കുന്നത് അത് ഇത് സിംഗപ്പൂരിന്റെ ഒരു പാർട്ടാണ്. നമ്മളെ കൾച്ചറും നമ്മളെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര അയ്യോ നിടണ്ട എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കോമൺ. ഒരു കുട്ടിക്ക് നടന്നു പോയാൽ ആ ഷോപ്പുകൾ കാണാം. അവിടെ കേറാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ കാണാം. സുഖമായിട്ട് റോഡിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരു ഏരിയ തന്നെ ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് ഷോപ്പുകളും. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമ്മൾ ഇട്ടേക്കാം. അതൊക്കെ ഒരു കൾച്ചറിൻ്റെ പാർട്ടായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമ്മളിടും, ഇല്ലെങ്കിൽ അത് വേണ്ട നോക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.